وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين أولي النعمة ومهلهم قليلا. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് എവരോടുമേറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 73-ാം അധ്യായമായ സൂറത്തുൽ മുസ്സമ്മിലാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5 ആയത്തുകൾ നാം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ 6 മുതൽ 11 വരെയുള്ള 7 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത്, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട്, നബിയെ അങ്ങ് പുതപ്പിട്ട് മൂടിക്കിടക്കേണ്ടവരല്ല, എഴുന്നേറ്റ് രാത്രി നമസ്കാരം നിർവഹിക്കണം. അതേപോലെ വറത്തിലിൽ ഖുർആന തർത്തീല, സാവകാശത്തിൽ വിശുദ്ധ ഖുർആൻ നിർത്തി ഓതുകയും ചെയ്യണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. തുടർന്ന് വിശുദ്ധ ഖുർആനാകുന്ന മഹത് വചനം വിശദമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു തരാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഇന്ന, നിശ്ചയമായും നാം, അല്ലാഹു പറയാ, തീർച്ചയായും നാം, സനുൽഖി, ഇട്ടേച്ചു തരാൻ പോവുകയാണ്, അലൈക്ക, നബിയെ അങ്ങയുടെ മേൽ ഞാനിതാ അവതരിപ്പിച്ചു തരാൻ പോവുകയാണ്, അലൈക്ക, നിന്റെ മേൽ, ഖൗലൻ, ഒരു വാചകം, ഒരു വചനം. എങ്ങനെയുള്ള വചനമാണത്? സഖീല, കനപ്പെട്ട, നല്ല ഭാരമുള്ള ഒരു വചനം നിന്റെ മേൽ ഞാൻ അവതരിപ്പിച്ചു തരാൻ പോകുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ഇവിടെ ഖൗലൻ സഖീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ആദ്യഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. ഇനിയും ഈ അവതരണം തുടരും. അത് ഏറെ ശക്തമായ, നല്ല ഭാരമുള്ള, നല്ല കനമുള്ള വാചകങ്ങളാണ് നിനക്ക് അവതരിപ്പിച്ചു തരാൻ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. നബിയെ, തീർച്ചയായും ഭാരപ്പെട്ട ഒരു വചനം നാം നിന്റെ മേലിതാ അവതരിപ്പിച്ചു തരാൻ പോകുന്നു. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. ഇന്ന, തീർച്ചയായും,
അഞ്ചാമത്തെ ആയത്തിൽ ഇന്ന, തീർച്ചയായും നാം എന്നർത്ഥം കിട്ടി. ആറാമത്തെ ആയത്തിന്റെ തുടക്കം ഇന്ന, നീട്ടാനില്ല, അതുകൊണ്ട് തീർച്ചയായും. നാഷിഅത്തല്ലയിൽ, നാഷിഅത്ത് ഉണർന്ന് എഴുന്നേൽക്കുക. ഇന്ന തീർച്ചയായും നാഷിഅത്തല്ലയിൽ, രാത്രിയിലെ ഉണർന്ന് എഴുന്നേൽപ്പ്. ഹിയ അത്, അഷദ് ഏറ്റവും ശക്തമായതാണ്. വത്അൻ സമ്മർദ്ദത്താൽ. രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ആദ്യമേ പറഞ്ഞു, ഖുമിൽ ലൈല, രാത്രി നീ എഴുന്നേൽക്കണം. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നത് ഇന്ന നാഷിഅത്തൽ ലൈലി, രാത്രി നമസ്കാരത്തിന് നല്ല തണുപ്പുള്ള സമയം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നത് ഹിയ അഷദ്ദു വത്അ, അത് ധാരാളം സമ്മർദ്ദം ശക്തമായതാണ്. അതേ പ്രകാരം അക്വം ഏറ്റവും ചൊവ്വായതുമാണ്. ഖീലൻ വചനത്താൽ, ഖൗല് വാചകം, അതിൽപ്പെട്ടത് തന്നെയാണ് ഖീലൻ വാചകം, വാക്കുകൾ. അഞ്ചാമത്തെ ആയത്തിൽ ഖൗലൻ സഖീല, ഭാരമുള്ള വാചകം. ഇവിടെ വഅഖ്വമു ഖീല, ചൊവ്വായ വാചകം. ഇതാണ് ഈ ആയത്തിന്റെ പദാർത്ഥം. ഇനി ഏഴാമത്തെ ആയത്ത്, ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീല. രാത്രി നമസ്കരിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത്. രാത്രി നമസ്കാരം നിർവഹിക്കണം. എന്നിട്ട് നബിയോട് പറയുന്നു, എന്തേ പകൽ നിസ്കരിക്കാൻ അറിയാത്തത്? ഇന്ന ലക, ഇന്ന തീർച്ചയായും ലക നിനക്കുണ്ട്, ഫിന്നഹാരി പകലിൽ, ലൈലിന്റെ വിപരീതം, ലൈല് രാത്രി, നഹാറ് പകല്. ഫിന്നഹാരി പകലിൽ, ഇന്ന ലക ഫിന്നഹാരി തീർച്ചയായും നിനക്ക് പകലിലുണ്ട്, സബ്ഹ് ജോലി തിരക്ക്, ത്വീലൻ ത്വീൽ ദീർഘമായ സുദീർഘമായ, സബ്ഹ് ജോലി തിരക്ക്, സബ്ഹൻ ത്വീലൻ ദീർഘമായ ജോലി തിരക്കുണ്ട് നിനക്ക് പകലിൽ. ഏഴാമത്തെ ആയത്തിന്റെ അർത്ഥം അതാണ്, തീർച്ചയായും പകലിൽ നിനക്ക് സുദീർഘമായ ജോലി തിരക്കുണ്ട്. ഇനി എട്ടാമത്തെ ആയത്ത്, വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ. വദ്കുർ നീ സ്മരിക്കുക, ഉദ്കുർ നീ സ്മരിക്കുക, അതും കൽപ്പനാക്രിയയാണ്. ഉദ്കുർ നീ സ്മരിക്കുക. മുമ്പുള്ള ആയത്തുകളിലും ഇതേപോലെ കൽപ്പനാക്രിയ വന്നിട്ടുണ്ട്. സിദ് നീ വർദ്ധിപ്പിക്കുക, അതേപോലെ ഉങ്കുസ് നീ ചുരുക്കുക, ഖും നീ നിൽക്കുക, നീ ചുരുക്കുക, നീ വർദ്ധിപ്പിക്കുക, ഇതൊക്കെ കൽപ്പനാക്രിയയാണ്. അതേപോലെ ഒരു കൽപ്പനാക്രിയയാണ് ഇത് ഉദ്കുർ, നീ സ്മരിക്കുക, നീ ഓർക്കുക. ഇസ്മ നാമം, പേര്, റബ്ബിക നിന്റെ നാഥന്റെ പേര്, നിന്റെ നാഥന്റെ നാമത്തെ നീ സ്മരിക്കുക. വതബത്തൽ ഇലൈഹി തബ്തീല, വതബത്തൽ മനക്കെട്ട് ചൊല്ലുക, മനക്കെട്ട് ചൊല്ലുക, ഇലൈഹി അല്ലാഹുവിലേക്ക്, തബ്തീലൻ ഒരു നല്ല ചൊല്ലൽ. വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ. ഇനി എട്ടാമത്തെ ആയത്തിന് ഒന്നിച്ചെങ്ങനെ അർത്ഥം പറയാം? നിന്റെ നാഥന്റെ പേരിനെ, നാമത്തെ നീ ഓർക്കുകയും സ്മരിക്കുകയും അള്ളാഹുവിങ്കലേക്ക് നീ മുറിഞ്ഞ് മെനക്കെട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ ചിന്തകളിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു ചിന്തയും ഇല്ലാതെ അള്ളാഹ് എന്ന ഒരൊറ്റ ചിന്തയിൽ ഏകാഗ്രതയോടുകൂടെ റഹ്മാനായ റബ്ബിലേക്ക് ഒരു മുറിഞ്ഞടുക്കൽ നീ അടുക്കുകയും ചെയ്യുക. വതബത്തൽ ഇലൈഹി തബ്തീല, ഏകാഗ്രനായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് നീ ഒരു നല്ല തരം ചൊല്ലൽ നീ ചൊല്ലുകയും ചെയ്യുക. ഇനി ഒൻപതാമത്തെ ആയത്ത്, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദുഹു വകീലാ. റബ്ബ് രക്ഷിതാവ്, മശ്രിഖ് ഉദയസ്ഥാനത്തിന്റെ രക്ഷിതാവ്, വൽ മഗ്രിബി അസ്തമന സ്ഥാനത്തിന്റെയും, അസ്തമന സ്ഥാനത്തിന്റെയും ഉദയസ്ഥാനത്തിന്റെയും റബ്ബ്. ലാ ഇലാഹ ആരാധ്യനില്ല, ആരാധ്യനേയില്ല,
ഇല്ലാഹുവ അവരല്ലാതെ. ഫത്തഖിദുഹു ഫ അതിനാൽ, ഇത്തഖിദ് നീ ആക്കുക, ഹു അവനെ, ഫത്തഖിദുഹു അതിനാൽ ആ റബ്ബിനെ നീ ആക്കുക, വക്കീലൻ നിന്റെ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നവൻ ആക്കുക. ഫത്തഖിദുഹു വക്കീല അതിനാൽ ആ രക്ഷിതാവിനെ എല്ലാ കാര്യങ്ങളും നീ ഭരമേൽപ്പിക്കുന്നവനാക്കുകയും ചെയ്യുക. ഇതാണ് 9ാമത്തെ ആയത്തിന്റെ അർത്ഥം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദുഹു വക്കീല. ഉദയസ്ഥാനത്തിന്റെയും അസ്തമനസ്ഥാനത്തിന്റെയും റബ്ബാകുന്നു അവൻ. നിന്റെ നാഥനെ നീ ഓർക്കണം എന്ന് പറഞ്ഞില്ലേ? നിന്റെ നാഥനെ നീ ഓർക്കുകയും ആ അള്ളാഹുവിങ്കലേക്ക് ഏകാഗ്രചിത്തനായി നീ ഒരു മുറിഞ്ഞടുക്കൽ അടുക്കുകയും ചെയ്യുക. ഏത് നാഥനെയാണ് നീ ഓർക്കുകയും അടുക്കുകയും ചെയ്യേണ്ടത്? അത് ഉദയസ്ഥാനത്തിന്റെയും അസ്തമനസ്ഥാനത്തിന്റെയും റബ്ബായ ആ അള്ളാഹുവാണവൻ. അവനല്ലാതെ ആരാധ്യനില്ല. ആരാധനകൾ മുഴുവനും ആ റബ്ബിലാകണം. ഉദയസ്ഥാനത്തിന്റെയും അസ്തമനസ്ഥാനത്തിന്റെയും റബ്ബ് ആരാണോ അവനെ മാത്രമേ നീ ആരാധിക്കാവൂ. അവനല്ലാതെ ആരാധ്യനില്ല. മാത്രമല്ല ഫത്തഖിദുഹു വക്കീല, അതുകൊണ്ട് നബിയെ നീ എന്തൊരു കാര്യമുണ്ടോ, എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, ആ വിഷയങ്ങളിലെല്ലാം ആ റബ്ബിൽ നീ ഭരമേൽപ്പിക്കപ്പെട്ടവനായി കൊള്ളുക. 9ാമത്തെ ആയത്ത്. ഇനി 10ാമത്തെ ആയത്ത്. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീല. വസ്ബിർ നീ ക്ഷമിക്കുക. സ്വബിർ ക്ഷമ, സ്വബിർ ക്ഷമ. വസ്ബിർ അതും കൽപ്പനാക്രിയയാണ്. ഇസ്ബിർ നബിയെ നീ ക്ഷമിക്കുക. ഉദ്കുർ നീ സ്മരിക്കുക, നീ ഓർക്കുക. ഇസ്ബിർ നീ ക്ഷമിക്കുക. നബിയെ നീ ക്ഷമിക്കുക. അലാമ ഒന്നിന്റെ മേൽ, യഖൂലൂന അവർ പറയുന്ന, അവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പല ആരോപണങ്ങളും പല കുതന്ത്രങ്ങളും അവർ പയറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനാണെന്നും സാഹിറാണെന്നും കവിയാണെന്നും അങ്ങനെ പല ആരോപണങ്ങളും. അലാമ യഖൂലൂന ആ ശത്രുക്കളാകുന്ന ഖുറൈശികളാകുന്ന ആളുകൾ അങ്ങയുടെ നേരെ പറയുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നും അങ്ങ് മൈൻഡ് ചെയ്യേണ്ടതില്ല. അതെല്ലാം ക്ഷമിക്കാൻ അങ്ങേക്ക് കഴിയണം. അല്ലാഹു തആല നബിയോട് പറയാം. അതൊക്കെ കേട്ട് തളർന്ന് പുതപ്പിട്ട് മൂടി കിടക്കേണ്ടവരല്ല നബിയെ അങ്ങ്. വസ്ബിർ അലാ മാ യഖൂലൂൻ അവർ പറയുന്ന ഒന്നിന്റെ മേൽ അങ്ങ് ക്ഷമിക്കണം. വഹ്ജുർ അതും കൽപ്പനാക്രിയയാണ്. വഹ്ജുർ നീ വിട്ടു നിൽക്കുകയും ചെയ്യുക. വഹ്ജുർ നീ വിട്ടു നിൽക്കുകയും ചെയ്യുക. ഹും അവരെ, വഹ്ജുർഹും അവരെ നീ വെടിയുക എന്ന് പറഞ്ഞാൽ അത് അവരെ പ്രശ്നമാക്കേണ്ടതില്ല. അവർ പറയുന്നതിന് ചെവി കൊടുക്കേണ്ടതില്ല. അവർ പറയുന്നത് അങ്ങനെ പറയട്ടെ നബിയെ. വഹ്ജുർഹും അവരെ വെടിഞ്ഞു നിൽക്കുക. എങ്ങനെയുള്ള വെടിയലാകണം? ഹജ്റൻ ഒരു വെടിയൽ, ജമീലൻ നല്ല ഭംഗിയുള്ള വെടിയലാകണം. ശത്രുക്കളാണെന്ന് കരുതി ശത്രുതാഭാവത്തോടുകൂടെയുള്ള പിണക്കമാകരുത്. അത്തരത്തിലുള്ള ശത്രുതാ മനോഭാവം ഉണ്ടാകരുത്. നല്ല നിലക്ക് അവരുമായി വെടിഞ്ഞു നിൽക്കുകയും ചെയ്യണം. ഭംഗിയായ നിലക്ക്, ഏറ്റവും നല്ല നിലക്ക് അവരുമായി വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വസ്ബിർ അലാ മാ യഖൂലൂന അവിശ്വാസികൾ പറഞ്ഞു വരുന്നതിനെ കുറിച്ച് നീ ക്ഷമിക്കണം. വഹ്ജുർഹും ഹജ്റൻ ജമീല ജമീൽ ഭംഗി, ജമീലൻ ഭംഗിയായ വിധത്തിൽ അവരെ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യണം നബിയെ. അവർ പറയുന്നത് പ്രശ്നമാക്കേണ്ടതില്ല, നീ ക്ഷമിക്കണം. ഇനി 11ാമത്തെ ആയത്ത്. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നിഅമതി വമഹിൽഹും ഖലീലാ. വദർനി എന്നെ വിട്ടേക്കുകയും ചെയ്യുക. ദർ നീ വിട്ടേക്കുക, നീ എന്നെ. വദർനി എന്നെ വിട്ടേക്കുകയും ചെയ്യൂ, എന്നെ വിട്ടേക്കുകയും ചെയ്യുക. വൽ മുകദ്ദിബീന മുകദ്ദിബീൻ കദിബ് കളവ്, മുകദ്ദിബീൻ വ്യാജവാദികൾ, കളവ് പറയുന്നവർ. വൽ മുകദ്ദിബീന കളവ് പറയുന്നവരെയും. ഉലിന്നഅമതി സൗഖ്യത്തിന്റെ സുഖത്തിന്റെ ആൾക്കാരായ വ്യാജമാക്കുന്നവരെയും നീ എന്ത് ചെയ്യുക? വിട്ടേക്കുക. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ഉലിന്നഅമതി പാരായണം ചെയ്യുന്ന സമയത്ത് ഹംസ് കഴിഞ്ഞിട്ടൊരു വാവുണ്ട് അവിടെ. ഊലി ഓതരുത് പാരായണം ചെയ്യുമ്പോൾ. ഉലിന്നഅമതി കാരണം വാവിന്റെ മുകളിലുള്ള സുക്കൂന് പൂർണ്ണമായ സുക്കൂനാണ്.
ഉച്ചാരണത്തിൽ വരണമെങ്കിൽ അർദ്ധ സുക്കൂന് ഉണ്ടാകൂ. തൊട്ടപ്പുറത്തേക്ക് നോക്ക്, വദർ വദർ. ആ റായിന്റെ മുകളിലുള്ള സുക്കൂന് പൂർണ്ണമായിട്ട് കൂടിയിട്ടില്ല അല്ലേ? അതുകൊണ്ട് വദർ അത് ഉച്ചാരണത്തിൽ വരും. എന്നാൽ റസ്മുൽ ഉസ്മാനി മുസ്ഹഫുകളിൽ ഇങ്ങനെ പൂർണ്ണമായ സുക്കൂൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, എഴുത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത് ഉച്ചാരണത്തിൽ വരികയില്ല. ഊലിൻ നഅമതി അല്ല, ഊലിൻ നഅമ അവിടെ വാവ് ഉച്ചരിക്കുകയില്ല. പിന്നെ അതിന്റെ അർത്ഥം ഊലിൻ നഅമ, നഅമത്ത് സൗഖ്യം, സുഖാനുഗ്രഹം, അനുഗ്രഹം. അനുഗ്രഹത്തിന്റെ ആളുകളായ മുകദ്ദിബീങ്ങളെയും നീ വെടിയുക. വമഹിൽഹും ഖലീലാ, വമഹിൽഹും അവർക്ക് ഒഴിവ് കൊടുക്കുകയും ചെയ്യുക. ഖലീല അല്പം, മഹിൽ അവർക്ക് ഇളവ് കൊടുക്കുക, ഒഴിവ് കൊടുക്കുക. ഹും അവർക്ക്, വമഹിൽഹും അവർക്ക് ഒഴിവ് കൊടുക്കുകയും ചെയ്യുക. ഖലീല അല്പം കുറച്ച് അവർക്ക് ഇട നൽകുകയും ചെയ്യുക. അവരുടെ കാര്യം ഞാൻ തീരുമാനിച്ചു കൊള്ളാം എന്നർത്ഥം. ഇനി അല്പം വിശദീകരണമാവാം. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആയത്തുകളിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും നമുക്ക്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല 5-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, തീർച്ചയായും നബിയെ ഒരു ഭാരപ്പെട്ട വചനം, ഭാരപ്പെട്ട സഖീല്, ഭാരപ്പെട്ട ഖൗല് നിന്റെ മേൽ ഞാൻ ഇതാ അവതരിപ്പിച്ചു തരാൻ പോകുന്നു എന്നതാണ്. ഭാരപ്പെട്ട വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഇനി ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉദാഹരണങ്ങളും ചരിത്രങ്ങളും അങ്ങനെ ധാരാളം നല്ല കനമുള്ള ഭാരമുള്ള വചനങ്ങൾ നിനക്ക് ഞാൻ അവതരിപ്പിച്ചു തരാൻ പോകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഏറെ ഭാരമുള്ളതാണ്. നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ മറ്റുള്ള പുസ്തകങ്ങളെ പോലെ കാണരുത്. അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്, അത് ആദരിക്കപ്പെടേണ്ടതാണ്. അതിന്റെ പാരായണത്തിന് നിയമങ്ങളുണ്ട്. വറച്ചിലിൽ ഖുർആന തർത്തീല, വിശുദ്ധ ഖുർആൻ തർത്തീലോടുകൂടെയാണ് ഓതേണ്ടത് എന്ന് 5-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നബിയോട് പറഞ്ഞില്ലേ? നബിയോട് പോലും അല്ലാഹു തആല പറയുന്നു എന്ത്? വറച്ചിലിൽ ഖുർആന തർത്തീല, സാവകാശം അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അപ്പൊ മറ്റുള്ള പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നത് പോലെ ആകരുത്. അതിന് നിയമങ്ങൾ പാലിക്കണം. ഇൽമു തജ്വീദ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം തന്നെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണ ശാസ്ത്രം തന്നെയും പണ്ഡിതന്മാർ പിൽക്കാലത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് മൊഴിയേണ്ടത്, എവിടെയൊക്കെയാണ് നീട്ടേണ്ടത്, എവിടെയാണ് നീട്ടാൻ പാടില്ലാത്തത്, ഏതൊക്കെ അക്ഷരങ്ങളെയാണ് കനപ്പിക്കേണ്ടത്, ഏതൊക്കെ അക്ഷരങ്ങളെയാണ് നേർപ്പിക്കേണ്ടത്, എവിടെയാണ് മണിക്കേണ്ടത്, എവിടെയാണ് മണിക്കാൻ പാടില്ലാത്തത്, എല്ലാത്തിനും കൃത്യമായ നിയമങ്ങളുണ്ട്. നമുക്ക് തോന്നിയതുപോലെ പാരായണം ചെയ്യാൻ പറ്റുന്ന ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഏറെ ഭാരമുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്, നബിയെ ഏറ്റവും ഭാരപ്പെട്ട ഒരു വചനം നിന്റെ മേൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്ന സമയത്ത് നല്ല തണുപ്പുള്ള, ശക്തമായ തണുപ്പുള്ള സമയത്താണ് വഹി വരുന്നതെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനെറ്റി വിയർക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ പോലും വഹി ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല വിയർത്തു കുളിക്കും. കാരണം അത്രത്തോളം ഭാരമുള്ള കാര്യമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് ഭാരമേറിയതും അതിമഹത്തായ ആ ചുമതലകൾ അങ്ങ് ഏറ്റെടുക്കണം, അതിനുള്ള ശക്തി അങ്ങേക്ക് ഉണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഏറ്റെടുക്കണമെങ്കിൽ എന്ത് വേണം? ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത്, ഭാരമേറിയ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ എന്തുണ്ടാകണം? റഹ്മാനായ റബ്ബിന്റെ സഹായം ഉണ്ടാകണം. ഒരു ആത്മീയമായ ഒരു ശക്തിയും ബലവുമെല്ലാം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു ആത്മപരിശീലനമാണ് അടുത്ത ആയത്തിലൂടെ അല്ലാഹു തആല നബിയോട് പറയുന്നത്. എന്ത്? രാത്രി നമസ്കാരം നിർവഹിക്കണം. രാത്രി നമസ്കാരത്തിന് വേണ്ടി ഉണർന്ന് എഴുന്നേൽക്കണം. അത് ഏറെ ഭാരമുള്ള കാര്യമാണ് നബിയെ. എന്നാലും എത്ര ഭാരപ്പെട്ടതാണെങ്കിലും അങ്ങയുടെ മനസ്സിനെ പാകപ്പെടുത്താൻ, ഈ ഭാരമുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങുമ്പോൾ അങ്ങയുടെ മനസ്സിനെയും ശരീരത്തിനെയും അത് ഏറ്റെടുക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അത് നിറവേറ്റുവാനും ഒക്കെയുള്ള ആ ഒരു മാനസിക ബലത്തിന് വേണ്ടി രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങ് നമസ്കരിക്കണം. ആ നമസ്കാരം രാത്രി നമസ്കാരം
പകല് നമസ്കാരം പോലെയല്ല. രാത്രി നമസ്കാരം ഏറെ പ്രയാസപ്പെട്ടതാണ്. രാത്രി നമസ്കാരം ആത്മനിയന്ത്രണത്തിനും ആത്മപരിശീലനത്തിനും ഏറെ ഉപകരിക്കും. മനസ്സിനെ പാകപ്പെടുത്താൻ അതിന് കഴിയും എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല, ഏറ്റവും കൂടുതൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതും വാക്ക് കൂടുതൽ ചൊവ്വാക്കുന്നതുമായ ഒന്നാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയണം. എല്ലാവിധ ചിന്തകളിൽ നിന്നും മാറിയിട്ടാകണം റഹ്മാനായ റബ്ബിങ്കലേക്ക് വുളു എടുത്ത് നല്ല മനസ്സോടുകൂടെ നല്ല ചിന്തയോടുകൂടെ രാത്രി ആ നമസ്കാരത്തിൽ നിന്ന് രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിങ്കലേക്ക് വരിക. ആ നമസ്കാരം മുഖേന എല്ലാവിധ ചിന്തകളിൽ നിന്നും മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയും, അള്ളാഹുവിങ്കലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും എന്ന ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നൽകുന്നത്. ഇത് നമുക്കും പാഠമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരുപാട് നമുക്കുണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരുവാൻ രാത്രി നമസ്കാരം ശീലമാക്കുന്നത് എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമായി നമുക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശീലിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന സമയമാണ് അർദ്ധരാത്രിയുള്ള നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം. പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് ഞാനും നിങ്ങളും ഒക്കെ ശീലിക്കുക. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നബിയെ പിന്നെ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദുഹു വകീല, മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഉടമസ്ഥനായ റബ്ബായ അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഫത്തഖിദുഹു വകീല, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കപ്പെട്ടവനായി കൊള്ളുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറച്ച് തൗഹീദുള്ള ആൾക്ക് ഒരു ഇടർച്ചയും ഒരു പതർച്ചയും ഒരു സങ്കടവും എവിടെയും ഉണ്ടാവില്ല. എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, രോഗങ്ങൾ വരട്ടെ, ആരെന്ത് പറഞ്ഞ് പേടിപ്പിച്ചാലും പേടിയുണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചാൽ അതിന് പുഴുക്കുത്ത് സംഭവിക്കുമ്പോഴാണ് മറ്റു പലതിലേക്കും അവലംബമാക്കി പോകുന്ന അവസ്ഥയുണ്ടാവുക. മറ്റു തങ്ങന്മാരിലേക്ക്, ജ്യോത്സ്യന്മാരിലേക്ക്, പണിക്കന്മാരിലേക്കൊക്കെ പോകുന്ന അവസ്ഥ ഉണ്ടാകുക എപ്പോഴാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പുഴുക്കുത്ത് സംഭവിച്ചാലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച വിശ്വാസി തീർച്ചയായും കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെന്ന പാഠമാണ് 9-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത്. അതോടുകൂടെ 10-ാമത്തെ ആയത്തിലൂടെ നബി തങ്ങളോട് പറഞ്ഞത്, നബിയെ, വിശ്വാസികളാകുന്ന ആളുകൾ അവർ പലതും പറയും, അവർ പറയുന്നതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല, ആ പറയുന്നതെല്ലാം ക്ഷമിക്കാൻ അങ്ങേക്ക് കഴിയണം, ഭംഗിയായ വിധത്തിലാകണം അവരെ വെടിഞ്ഞു നിൽക്കേണ്ടത് എന്ന പാഠം. ഇസ്ലാമിക ശത്രുക്കൾ നമുക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത പല വർത്തമാനങ്ങളും പല വാർത്തകളും പലതും അവർ പറയും. അതിലെല്ലാം ക്ഷമിക്കാൻ കഴിയണം. എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് നമ്മുടെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ തീരുമാനമെടുക്കുന്ന, അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്ന, അങ്ങനെ പ്രഖ്യാപനം നടത്തുന്ന ആളുകളുമായി ഒരു ബഞ്ചവും ഒരു ആത്മബന്ധവും നമുക്ക് പാടില്ല. പക്ഷേ ആ പിണങ്ങി നിൽക്കുന്നതും അവരുമായി വെടിഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാകണം എന്ന പാഠം ജമീല, ശത്രുതാ മനോഭാവത്തോടു കൂടെയാകരുത്, അവരെ ആക്രമിച്ചുകൊണ്ടാകരുത്, മറിച്ച് ഹജറൻ ജമീല, വളരെ ഭംഗിയായിട്ടാകണം അവരുമായി വെടിഞ്ഞു നിൽക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് 11-ാമത്തെ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസവാചകമാണ്. നബിയെ, സുഖാനുഗ്രഹങ്ങളിലൂടെ വ്യാജവാദികൾ അവർ ഒരുപാട് സുഖത്തിലാണ്, സന്തോഷത്തിലാണ്, അവർ ആർമാദിച്ച് നടക്കുകയാണ്. ആർമാദിച്ച് നടക്കട്ടെ നബിയെ. വമഹിൽഹും ഖലീല, കുറച്ച് അവർക്ക് അല്പം ഇട നൽകുക, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, അവരുടെ കാര്യം അതിൽ അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളും, അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, ശത്രുക്കളെ എങ്ങനെയാണ് പാഠം പഠിപ്പിക്കേണ്ടത് എന്ന് അത് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. അവരിൽ നിന്ന് വരുന്ന കുത്തുവാക്കുകളെയും അവരിൽ നിന്ന് വരുന്ന ശത്രുതാ മനോഭാവത്തെയും വളരെ കൃത്യമായി മാന്യമായി അതിനെ നേരിടാനും ക്ഷമിക്കാനും അങ്ങേക്ക് കഴിയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. അതിലെല്ലാം വർത്തമാന കാലഘട്ടങ്ങളിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എനിക്കും നിങ്ങൾക്കും പാഠമുണ്ട്. ആ പാഠം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.